ഹായ് എവരി വൺ. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രധാനപ്പെട്ട രണ്ട് ടേംസാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസാണ്. എന്തായാലും എന്താണ് രണ്ട് ടേംസ് എന്ന് നോക്കാം. ഫസ്റ്റ് ടേം റിസൾട്ടൻറ്റ്, സെക്കൻഡ് ടേം ഇക്വിലിബ്രിയന്റ്. Resultant എന്ന് പറഞ്ഞാൽ it is a single force which has the same action as a given system of force is called resultant. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ക്ലാസ് എടുത്തപ്പോൾ റിസൾട്ടന്റ് നമ്മളതിന് പ്രോബ്ലം ചെയ്തിരുന്നു. അന്ന് റിസൾട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ഫോഴ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, പല ഡയറക്ഷനിലും വരുന്നുണ്ട്. ഞാനൊരു വടംവലിയുടെ എന്താ പറയുക എക്സാമ്പിളൊക്കെ കൂടുതൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ എഫക്റ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് എന്നുള്ളതാണ് റിസൾട്ടൻ്റ്. അത് സിംഗിൾ ഫോഴ്സ് ആണ്, ഒരുപാട് ഫോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ, ഒരു വെഹിക്കിള് ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മളതിനെ വലിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു വാഹനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മരത്തടി വലിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഡയറക്ഷനിലോട്ടാണെങ്കിൽ പോലും എന്താ പറയുക ഒരു വാഹനം പുള്ളി ചെയ്യുന്ന സമയത്ത് പലർക്കും ചെറിയൊരു ആംഗിൾ വ്യത്യാസം ഉണ്ടാവും വലിക്കുന്ന സമയത്ത്. എല്ലാവരും എയിം ഫ്രണ്ടിലോട്ടാണ് എന്നുണ്ടെങ്കിലും വലിക്കുന്ന ഡയറക്ഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതങ്ങനെ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റ്, ഫൈനൽ എഫക്റ്റ് എങ്ങനെ വരിക എന്നുള്ളതാണ് റിസൾട്ടൻ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയന്റ് എന്നുള്ളത് നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംഗിൾ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി റിസൾട്ടന്റ് ഓഫ് ദാറ്റ് സിസ്റ്റം. അതായത് ഒരു സിംഗിൾ ഫോഴ്സ് ആണ്, അതേസമയം തന്നെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, റിസൾട്ടന്റിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെ ഒരു സിസ്റ്റം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് വരുന്ന കേസിൽ ഒരു ബോഡിയിൽ ഞാൻ എല്ലാ ഫോഴ്സും കാണിക്കുന്നില്ല, റിസൾട്ടന്റ് ഫോഴ്സ് ഇക്വിലിബ്രിയന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഇതിപ്പോൾ ഈ റിസൾട്ടന്റിന്റെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ 10. ഓക്കെ, വിചാരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക ഇക്വിലിബ്രിയന്റ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് 10 ആണ്, മീൻസ് മാഗ്നിറ്റ്യൂഡ് 10 ആണ്, ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്താ സംഭവിക്കുക? ഈ ബോഡി എന്താ പറയുക സ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും, ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇതാണ് റിസൾട്ടന്റ് ആൻഡ് ഇക്വിലിബ്രിയന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊളീനിയർ ഫോഴ്സ് വരുന്ന കേസിൽ അതിൻ്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, കൊളീനിയർ ഫോഴ്സ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊളീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൈനിൽ അല്ലെങ്കിൽ സെയിം ലൈനിൽ നമ്പർ ഓഫ് ഫോഴ്സ് വരുന്നതിനാണ് കൊളീനിയർ ഫോഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാ ഫോഴ്സും ഒരേ ലൈനിലാണ്. F1, F2, F3, F4, F5 എല്ലാം സെയിം ലൈനിലാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസാണ് കൊളീനിയർ ഫോഴ്സ്. ഈ കൊളീനിയർ ഫോഴ്സിൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. റിസൾട്ടന്റ് നമ്മൾ സിമ്പിളി ഡിനോട്ട് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ R is equal to F1, F2, F3. നമ്മൾ സാധാരണ എന്താ പറയുക പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ അത് പോസിറ്റീവും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ നെഗറ്റീവായിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ, ആ കേസ് നോക്കുകയാണെങ്കിൽ F4 പോസിറ്റീവാണ്, F4 പ്ലസ് F5 ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് -F1, അതുപോലെ തന്നെ -F2 -F3. ഓക്കെ, അതാണ് റിസൾട്ടന്റ്. ഓക്കെ, ഇത് ഫൈനൽ എത്രയാണ് വാല്യൂ കിട്ടുന്നത്, അതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടന്റ്. ഓക്കെ, ഇതിന് നമ്മൾ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ F1, F2, F3 എന്നൊക്കെ ഡിനോട്ട് ചെയ്യാണ്. പ്രോബ്ലം ചെയ്യുന്ന കേസിൽ അതിന് ന്യൂമറിക്കൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ ബൈ ചാൻസ് ഈ F1, F2, F3, F4, F5 രണ്ട് സെറ്റാണല്ലോ. ഇവിടെ രണ്ടാളൊന്ന് വലിക്കുന്നു, ഇവിടെ മൂന്നാളൊന്ന് ഇങ്ങോട്ട് വലിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഈ എന്താ പറയുക F1 പ്ലസ് F2 പ്ലസ് F3, അതായത് ഈ സൈഡ് ഇവർ 3 പേരും കൂടെ വലിക്കുന്ന ഈ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ, അതായത് F4 പ്ലസ് F5 ഇവർ 3 പേരും കൂടെ വലിക്കുന്ന ഈ ഫോഴ്സ്
ഇവർ വലിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബോഡി മീൻസ് ദാറ്റ് ബോഡി, ഈ ബോഡി വിൽ മൂവ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഞാൻ ആ ഒരു എന്താ പറയാ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ബൈ ചാൻസ് F4 + F5, ഓക്കെ, F4 + F5 ഇതിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറാണ് ഫോഴ്സ് കൊടുക്കുന്ന ആളുകളാണ്. ഒരു വടംവലി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വടംവലിയിൽ ഇവിടെ 2 ആൾക്കാരും ഇവിടെ 3 ആൾക്കാരും, ഓക്കെ, അങ്ങനെ വിചാരിച്ചു ഒരു ഒബ്ജക്റ്റ് വലിക്കുന്ന കേസിൽ. പക്ഷെ ഇവിടെ 2 ആൾക്കാർക്കും ഇവരെക്കാളും കൂടുതൽ ഫോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ F4 + F5 > F1 + F2 + F3 ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബോഡി വിൽ മൂവ് റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി വേറൊരു കേസ് കൂടെ ഉണ്ട്. ഞാൻ ആ ഒരു സെക്കൻഡ് കേസ് എഴുതുന്നില്ല. ഓക്കെ, ഇനി അടുത്തൊരു കേസ് പറഞ്ഞാൽ F1 + F2 + F3 = F4 + F5. അതായത് ഇവിടെ 3 പേര് വലിക്കുന്ന ഫോഴ്സ് ഇവിടെ 2 പേര് വലിക്കുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാൾ രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ്? റിസൾട്ടന്റ് = 0. റിസൾട്ടന്റ് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, സ്റ്റേബിൾ ആയിട്ട് ഒരു പോയിന്റിൽ അതേപോലെ നിൽക്കുന്നതാണ്. ഓക്കെ, ഇതാണ് റിസൾട്ടന്റ് ഓഫ് കൊളീനിയർ ഫോഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസൾട്ടന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് 2 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്, റിസൾട്ടന്റ് ഓഫ് 2 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്, അതായത് സെയിം പ്ലെയിനിൽ കോൺകറന്റായി വരുന്ന 2 ഫോഴ്സുകൾ വരുന്ന കേസിൽ അതിൻ്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ലോ ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്. ഈ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസൾട്ടന്റ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്. കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് പറഞ്ഞാൽ സെയിം പ്ലെയിൻ ആണ്, ഫോഴ്സുകൾ വരുന്നുണ്ട് 2 ഫോഴ്സ്, പക്ഷെ ഇതിന്റെ ഈ കോൺകറന്റ് മീറ്റ് ചെയ്യണ പോയിന്റ് സെയിം പോയിന്റ് ആയിരിക്കണം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ലോ നോക്കാം. അതായത് കോപ്ലാനാർ ഒന്നുകൂടെ പറയാം. കോപ്ലാനാർ എന്നുള്ള കണ്ടീഷൻ എല്ലാവർക്കും അറിയണ്ടാവും. ഒരേ പ്ലെയിനിൽ ഒരുപാട് ഫോഴ്സ്, നമ്മൾ 2 കണ്ടീഷനാണ് ഇതിലുള്ളത്. ഒന്ന് റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സ്, ദെൻ കോപ്ലാനാർ 2 ഫോഴ്സ് കോപ്ലാനാർ ഒരേ സെയിം പ്ലെയിനിൽ, കൺകറന്റ് ഫോഴ്സ് എല്ലാം സിംഗിൾ പോയിന്റിൽ. ഓക്കെ, അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യുന്നത് ഇന്റർസെക്ട് ചെയ്യുന്നത് സെയിം പോയിന്റ് ആയിരിക്കും എന്നതാണ്. എന്തായാലും ലോ നോക്കാം. ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ലോ നോക്കാം. The resultant of two forces acting of an angle with the common point of application is equal in magnitude and direction to the diagonal of parallelogram constructed with the 2 forces as adjacent side. Okay, ഇതിന്റെ മീനിങ് കറക്റ്റ് ഇതാണ്. ഞാൻ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ മീനിങ് ഇതാണ്. ഇതിൽ റിസൾട്ടന്റ് 2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ഒരു ആംഗിൾ മേക്ക് ചെയ്യാണ്. അതായത് ഒരു എന്താ പറയുക പാരലോഗ്രാം ലോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 സൈഡ് 2 എന്താ പറയുക സൈഡുകൾ 2 ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ളത് അതിൻ്റെ ഡയഗണൽ ആയിരിക്കും എന്നുള്ളതാണ് ലോ പറയണത്. ഓക്കെ, ഞാനത് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓക്കെ, ഇതിൽ നമ്മൾ 2 ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു പാരലോഗ്രാം ആദ്യം എന്താന്ന് പറയാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, കണ്ടോ? ഈ സൈഡും ഈ 2 സൈഡും പാരലായിരിക്കും. അതുപോലെ ഈ 2 സൈഡും. ഇതാണ് പാരലോഗ്രത്തിന്റെ പ്രത്യേകത. ഇങ്ങനൊരു കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രത്തിന്റെ 2 സൈഡ് നമ്മൾ ഇതിന് പി ആക്കി എടുത്തു, ഈ സൈഡിനെ ക്യൂ ആക്കിയിട്ട്. ഓക്കെ, ഇങ്ങനെ 2 ഫോഴ്സ് ഒരു പാരലോഗ്രത്തിന്റെ 2 സൈഡ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിയും ക്യൂയും 2 ഫോഴ്സ് ആയിട്ട് നമ്മൾ 2 സൈഡ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്നുള്ളത് ഈ എന്താ പറയുക പാരലോഗ്രത്തിന്റെ ഡയഗണൽ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ ഫിഗർ ഒന്നുകൂടി വരച്ച് കാണിക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് പി, ഇത് ക്യൂ. അപ്പോൾ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലി, ഇതാണ് ഡയഗണലി, 2 കോർണർ തമ്മിൽ ജോയിൻ ചെയ്യണ ഈ സ്ഥലം. ഓക്കെ, ഈ ലൈനാണ് ഡയഗണലി. ഈ ഡയഗണൽ റിസൾട്ടന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഇതിന് സിമ്പിളായിട്ട് ഈ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വരച്ചതാണ് ഒരു സംഭവം.
ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ടിന്റെ ഇക്വേഷൻ എന്താ നോക്കാം. ആർ ഈസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിന് മുമ്പ് റിസൾട്ടന്റ് കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ ആണ്. അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരും. ആർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. ഓക്കെ, ആൽഫ എന്നുള്ളത് ഈ ആംഗിളാണ്, ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിളാണ്. പിയും ക്യൂയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. തീറ്റ എന്നുള്ളത് റിസൾട്ടന്റ് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഇക്വേഷനായി ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തീറ്റ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. പിയും ക്യൂയും തന്നു, ആൽഫയും തന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആറ് കാണാനുള്ള ഇക്വേഷനായി ഈ തീറ്റ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒക്കെ ഇതിനു മുമ്പ് കണ്ടത് അങ്ങനെ തന്നെയാണ്. റിസൾട്ടന്റ് വാല്യൂ മാഗ്നിറ്റ്യൂഡ് എത്ര കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ റിസൾട്ടന്റ് ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ റിസൾട്ടന്റ് ഇക്വേഷനായി തീറ്റ ടാൻ ഇൻവേഴ്സ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി സൈൻ ആൽഫ ബൈ ക്യൂ പ്ലസ് പി കോസ് ആൽഫ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി സൈൻ ആൽഫ ബൈ ക്യൂ പ്ലസ് പി കോസ് ആൽഫ. കഴിഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, കാര്യമായിട്ടുള്ള മാറ്റം ഒന്നുമില്ല. അത് ഈ ആൽഫ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് തുടക്കത്തിൽ റിസൾട്ടിനെ കാണാൻ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരച്ചിരുന്നു, ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ വരച്ചിട്ട് ഇതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പി, ഇത് ക്യൂ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് വൈ എഫ് എക്സ്, ഇങ്ങനെ ആയിരുന്നു ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ റിസൾട്ടന്റ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ അത്രേ ഉണ്ടായിട്ടുള്ളൂ, ഈ ഭാഗം ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഞാൻ പറയാം. 2pq കോസ് ആൽഫ, ആൽഫ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളാണ്. ഓക്കെ, കോസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ ആൽഫ എന്നുള്ളത് എടുക്കുമ്പോൾ 90 ഡിഗ്രിയാണ് വരിക. ഈ കോസ് 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ആ ടേം 0 ആയിപ്പോയി. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 2pq ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയിപ്പോയി. അതായത് ഈ ഒരു കേസിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം എന്ന അർത്ഥം സെയിം. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്നുള്ളത് നോട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തീറ്റ സീക്വൽ ടു നമ്മൾ അപ്പുറത്ത് കണ്ടപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ സീക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വൈ ബൈ എഫ് എക്സ് എന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഇക്വേഷൻ സെയിം ആണ്. ഇവിടെ നമ്മൾ ഈ എഫ് വൈക്കും എഫ് എക്സിനും പകരം പിയും ക്യൂ ആണ് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ തീറ്റ സീക്വൽ ടു ടാൻ ഇൻവേഴ്സ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് വൈ സൈൻ ആൽഫ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തീറ്റ സീക്വൽ ടു ഇതിന് പകരം ടാൻ ഇൻവേഴ്സ് പി ബൈ ക്യൂ എന്ന് പറയാം. ഇവിടെ നമ്മൾ പിയും ക്യൂവും ആയി ഇങ്ങനെ കൺസിഡർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ സൈൻ ആൽഫ സീക്വൽ ടു 90 ഡിഗ്രി വന്നാൽ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ പി തന്നെ വരുള്ളൂ, പി ഇൻറ്റു 1 പി ബൈ ക്യൂ. ഈ പി കോസ് ആൽഫ, അപ്പോൾ പി കോസ് ആൽഫ ഇവിടെ കോസ് ആൽഫക്ക് ഇവിടെ ആൽഫക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അത് പി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. ഈ ടൈം മൊത്തം 0 ആയി പോകും. ബാലൻസ് ഉള്ളത് പി ബൈ ക്യൂ. സെയിം ഇക്വേഷൻ. അതായത് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ ഇതിൻ്റെ ഇതായിട്ടുള്ള ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാലും ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആൽഫ എത്രയാണ് ആംഗിൾ എന്നുള്ളത് ആൽഫ നോക്കിയിട്ട് ആ വാല്യൂ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് ഓഫ് 2 കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ്. ഇതിൽ പാരലോഗ്രാം ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പ്രോബ്ലം സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ പിയും ക്യൂയും എല്ലാം തന്നു വിചാരിക്കുക, നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുക. പിയും ക്യൂയും ആൽഫയും തന്നു കഴിഞ്ഞാൽ ആറ് കാണാൻ തീറ്റ കാണാൻ നമുക്കറിയാം. പക്ഷെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവർ 6 തരും, ആൽഫയും ക്യൂ ഒക്കെ തരും, പി കാണാൻ പറയും.
നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇക്വേഷനിൽ നമുക്ക് പിയും ക്യൂയും ആൽഫയും തന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയെങ്കിൽ ഇതും ആറും പിയും ക്യൂയും തന്നിട്ട് ആൽഫ കാണാൻ പറഞ്ഞാൽ ഇതേ ഇക്വേഷനിൽ വാല്യൂ എടുത്തിട്ട് ആൽഫ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതൊരു ബ്രെയിനാണ്, ലോജിക്കാണ്. പഠിച്ചതിൽ ടെസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു കേസിൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാത്തിനകത്ത് മാത്രം, ഇതിന് പുറത്തുനിന്ന് പിന്നൊന്നും വരാനില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ചിലപ്പോൾ 6 തരും, ചിലപ്പോൾ 6 തരും, പിയും തരും, ആൽഫയും തരും, ക്യൂ തരില്ല. അപ്പോൾ അത് മാത്രം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. റിവേഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് 2 കോപ്ലാനർ കൺകറന്റ് ഫോഴ്സിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ആംഗിൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, കൊളീനിയർ ഫോഴ്സിൽ എങ്ങനെ റിസൾട്ടന്റ് ഫോഴ്സ് കാണാം, അതുപോലെ തന്നെ കോപ്ലാനർ കോൺകറന്റ് 2 ഫോഴ്സസ് വരുന്ന കേസിൽ എങ്ങനെ റിസൾട്ടന്റും ഡയറക്ഷനും കാണാം എന്ന് പറഞ്ഞു. ഇനി റിസൾട്ടന്റ് ഓഫ് നമ്പർ ഓഫ് കോപ്ലാനർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, അതായത് നമ്പർ ഓഫ്, നേരത്തെ 2 എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിവാക്കി നമ്പർ ഓഫ് ഫോഴ്സസ് ഒരു പോയിന്റിൽ വരികയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടന്റ് ആംഗിളും എങ്ങനെ, ഡയറക്ഷൻ, റിസൾട്ടന്റും മാഗ്നിറ്റ്യൂഡ് എത്ര, അങ്ങനെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് പോകുന്നത് എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. കറക്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളതൊക്കെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. ഈസിയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ്, ഇവിടെ ഒരു സിഗ്മ കൊടുക്കണ്ടേ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, ഇതാണ് 2 ഇക്വേഷൻസ്. ഇനി ഇത് ഡൗട്ട് വരിക, എങ്ങനെയാണ് സിഗ്മ എഫ് എക്സ് കാണുക, സിഗ്മ എഫ് വൈ എങ്ങനെ കാണുക എന്നതാണ് പ്രശ്നം. ഓക്കെ, ഈസിയാണ്. നമുക്കറിയാം ഇതിനെ ആംഗിൾ തന്നു കഴിഞ്ഞാൽ F2ന്റെ എഫ് എക്സും എഫ് വൈയും കാണാൻ നമുക്കറിയാം. ഓക്കെ, അതായത് എഫ് എക്സ് ഈക്വൽ ടു ഈ വൈയിൽ എത്രയാണ് എഫ് ഇൻറ്റു കോസ് തീറ്റ ഉണ്ട്, എഫ് എക്സ് കിട്ടി, എഫ് ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ ഇവിടുത്തെ എഫ് വൈയും കിട്ടി. ഈ ഫോഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ, പക്ഷെ ഇവിടെ ഇത് പ്യുവർലി ഹൊറിസോണ്ടൽ ആയി കൂട്ടുകയാണെങ്കിൽ എഫ് എക്സ് ഉള്ളൂ, എഫ് ഐ ഇല്ല. ഇനി ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. എഫ് എക്സ് ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു കോസ് തീറ്റ, എഫ് ഐ ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു സൈൻ തീറ്റ. എന്തായാലും ഇതുപോലെ എല്ലാ ഫോഴ്സിനും നമുക്കറിയാം റെക്ടാങ്കുലർ കമ്പോണന്റ് കണ്ടെത്താൻ അറിയാം, എഫ് എക്സും എഫ് ഐയും കണ്ടെത്താൻ അറിയാം. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതിന്റെ എഫ് എക്സ് കിട്ടി, ഇതിന്റെ എഫ് എക്സ് കിട്ടി, അങ്ങനെ എല്ലാത്തിൻ്റെയും എഫ് എക്സ് കിട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ആയി. ഓക്കെ, അതുപോലെ സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം റെക്ടാങ്കുലർ കമ്പോണന്റ് കാണുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ എഫ് വൈ കിട്ടും, ഓരോ ഫോഴ്സിന്റെയും എഫ് വൈ കിട്ടും. ആ എഫ് ഐ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് വൈ ഐ എന്നുള്ളതാണ്. പിന്നെ നമുക്കെല്ലാം ഈസിയാണ്. റിസൾട്ടന്റ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഈക്വൽ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ സ്ക്വയർ, റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഇതാണ് റിസൾട്ടന്റ് ഓഫ് നമ്പർ ഓഫ് കോപ്ലാനർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് എന്നുള്ള കേസിൽ വരുന്ന ഇക്വേഷൻസ്.